ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ രാവിലെ തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണതെന്ന്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു ജോലിക്കായിട്ട് നിൽക്കുന്നത്. ഇസും മദ്രസ്ക്ക് പോയിട്ടില്ല. പിന്നെ ഓനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഓൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഓരോ ജോലികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂനു ദുബായിൽ നിന്ന് വരുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം എന്നോട് വരുന്നതിൻ്റെ കുറേ മുന്നേ പറഞ്ഞിരുന്നു നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ബീഫ് എനിക്ക് രാവിലെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു കൊടുന്നത്. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അത് വേഗം റെഡിയാക്കി വെക്കുക കേട്ടോ. ആൾക്ക് പിന്നെ ഒരു വർഷത്തിൽ 35 ദിവസം കേട്ടോ ലീവ് കിട്ടുക കമ്പനിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് പോന്നിട്ടുള്ളത്. പക്ഷേ ലീവ് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ 1, 2, 3 മാസം അധികം നിൽക്കണ്ടാവും കേട്ടോ. കാരണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ എന്താണെങ്കിലും അവിടുത്തെ അവസ്ഥ അത്രയും നല്ലതല്ലല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇപ്പയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ നല്ല ഇടങ്ങേറുണ്ട് കേട്ടോ സത്യത്തിൽ അവിടുത്തെ അവസ്ഥ. ഒരു ദിവസം നല്ലതാണെങ്കിൽ ഒരു ദിവസം പിന്നെ കേൾക്കണത് അത്ര നല്ല ഇതാവില്ല. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർക്ക് കേട്ടോ ഇന്നലെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ കുറേ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇസുവിനെ ഞാൻ റോഡ് തെറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് തിരിച്ചു വന്ന് വീണ്ടും ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെസമോളാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അവൾ നെയ്ച്ചിട്ടൊന്നുമില്ല. നെയ്ച്ചോറ് വെക്കാൻ അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പിന്നെ ചിക്കനൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിച്ചിട്ട് മസാല ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറിയൊന്നും കൂടുതലില്ലാതെ ഗ്രേവി ആയിട്ട്. ഇവിടെ ആയിരിക്കും അങ്ങനെ നെയ്ച്ചോറാണെന്നുണ്ടെങ്കിലും ഒക്കെ കറി കൂടുതൽ വേണം കേട്ടോ. കുറച്ച് വെള്ളം പോലെ കറി വേണം. പക്ഷേ എനിക്കങ്ങനെ വെക്കാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷേ എനിക്ക് കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്കിഷ്ടം. പക്ഷെ എന്നാലും ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ ഉള്ളി തക്കാളിയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ മസാല ആക്കിയിട്ടായിരിക്കും ചിക്കൻ പൊരിച്ചത് ഇടാമെന്നാണ് വിചാരിക്കണത്, നെയ്ച്ചോറ് സെപ്പറേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇസുനോട് അതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു മദ്രസ കിട്ടുന്ന സമയത്ത് കറി വേണം. ഞാൻ എപ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും വെക്കുമ്പോൾ കറി ഉണ്ടാവില്ല. എനിക്കങ്ങനെ കറി കൂട്ടി ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് കൂടുതൽ കറിയാക്കി വെക്കാൻ നോക്കലില്ല. ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്യലാണ് കൂടുതൽ റിസ്ക് ഉള്ളത്. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ ചിക്കൻ ഇന്നലെ തന്നെ കൊടുന്ന സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മസാലയൊക്കെ ആക്കി ഇനി കുറച്ച് നേരം വെക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 12 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തുകയെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്നലെ ബസ്സിന് അവിടെ നിന്ന് പോന്നിക്കണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു 8 മണി, പിന്നെ കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണ, അങ്ങനെ ഒരു 12 മണിയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഏകദേശം കണക്ക്. പക്ഷേ അതൊക്കെ തെറ്റിച്ച് വിളിച്ചിട്ടൊന്നും എടുത്തിരുന്നില്ല കേട്ടോ. മെസ്സേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ എത്തി എന്താണെന്നുള്ളതൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഒരു വണ്ടി വന്ന് നിർത്തിട്ടോ. അപ്പോഴാണ് ഞാൻ തന്നെ അറിയണത് ഇവിടെ എത്തി എന്നുള്ളത്. കാരണം അതുവരെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തി ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ബാംഗ്ലൂർ എത്തി എന്നുള്ളൊരു വിവരം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റോ കോളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ഒന്നും അതിന് പറ്റിയ സാഹചര്യമൊന്നും ആയിരുന്നില്ല. ലഗേജും കാര്യങ്ങളും പിന്നെ ബസ്സിലുള്ള യാത്രയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പ്രതീക്ഷിച്ച സമയത്തിനേക്കാളും മുന്നേ എത്തിട്ടോ. രാവിലെ തന്നെ ഏകദേശം ഒരു 10-10:30 സമയമായപ്പോൾ തന്നെ എത്തി. ചോറങ്ങനെ ഞാൻ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ ചിക്കന് പൊരിച്ചണം, അതേപോലെ തന്നെ മസാല ഉണ്ടാക്കുകയൊക്കെ വേണം. ഹെസമോളും മീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാളിൽ പിന്നെ ചെറിയ രീതിയിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഈസോനും ഹെസക്കും വാച്ച് കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് വേറെയുള്ള ആൾക്കാരുടെ സാധനങ്ങൾ, ജുനുവിൻ്റെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ ഇപ്പം അത്ര തന്നെ ഓള് കൊടുത്തിട്ട്. കാരണം ഹെസമോൾക്കൊരു ചെറിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും ലഗേജ് പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിന്ന് പറഞ്ഞു ഇവിടെ എത്തിയ സമയത്ത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇസുവിന് ഹെസക്ക് എന്തെങ്കിലും വേണമെന്നുള്ളതുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അവൾക്കിപ്പോൾ ഒന്നും അറിയില്ലല്ലോ.
അപ്പോൾ എന്തെങ്കിലും ഒന്നെന്നുള്ളത് അത് കൊടുന്ന് പിന്നെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. കാരണം അവിടുത്തെ അവസ്ഥയും വരാൻ പറ്റുമോ ഇല്ലേ, ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബോക്സ് കാര്യങ്ങൾ, മൈക്ക, പാട്ട് പാടുക, അത് എനിക്കും ഇഷ്ടമാണ്, ഈസോനും ഇഷ്ടമാണ്. കാരണം ബോക്സിൽ പാട്ട് വെച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതന്നെ അത്രയും നല്ലൊരു വെയിറ്റും കാര്യങ്ങളും ഉള്ളൊരു സംഭവമാണ്, വലുതാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പെട്ടി അതന്നെ ഉണ്ടായിരുന്നു. പിന്നെ സാധാ ഡ്രസ്സും കാര്യങ്ങളും ഉള്ളൊരു പെട്ടി. എല്ലാവരും ഹാളിൽ ഇസോന് പന്ത് തുറന്ന് നിൽക്കണം. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ പോകണമുണ്ട്, ജോലി ചെയ്യണമുണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രസമോളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കേൾക്കാതെ മുറ്റത്തൊക്കെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതിന് ഓളെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ചിക്കന് പൊരിച്ചണം, ആ ഒരു ചെറിയ ജോലിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. ചിക്കൻ പൊരിച്ചെല്ലാം കൂടിയും കഴിഞ്ഞാൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടോ. എനിക്കിന്ന് കുറേ തിരുമ്പാണ്ട്. കാരണം ജുനുവിൻ്റെ കുറേ ഡ്രസ്സുകളും ഉണ്ട്, ഇസൂൻ്റെയും ഹസൻ്റെയും ഒരുപാട് ഡ്രസ്സുകൾ ഇന്ന് എനിക്ക് തിരുമ്പാണ്ട്. ചിക്കൻ ഒരുവിധം ആയി തുടങ്ങി കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഏകദേശം സമയം, പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോവാ വരിക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണോണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ പിന്നെ കുറേ താമസിച്ചു കേട്ടോ. പിന്നെ പതുക്കെ അങ്ങനെ സമയം 12 മണി 12:30 ഒക്കെ ആയി. രാവിലെ തുടങ്ങിയതാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചിക്കനിക്ക് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളവും കാര്യങ്ങളും പറന്നു കൊടുത്ത് അടച്ച് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ചുമ മാറിയിട്ട് തന്നെയല്ല. എൻ്റെ കാര്യമാണെങ്കിലും ഹെസൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ചുമ നല്ലോണം ഉണ്ട്. അപ്പോൾ എൻ്റെത് പിന്നെ ഞാൻ അങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോൾ എനിക്കത് അങ്ങനെ കൂടുതലായിട്ടൊരു ഇത് തോന്നില്ല. പക്ഷേ ഹെസൻ്റെ ചുമ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതിനോൾക്ക് ഇനി ആവി പിടിച്ചണം. കാരണം NS മാത്രം ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളിങ്ങനെ ഇരിക്കുക കേട്ടോ. ഓൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുമ ഉണ്ടെന്നുണ്ടെങ്കിലും ഓൾക്കുള്ള കളി കാര്യങ്ങൾ പിന്നെ അങ്ങനെയെല്ലാം ഒക്കെ ഓൾ നടത്തുന്നുണ്ട്. പക്ഷേ ചുമ നല്ലോണം ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ആവി പിടിച്ചെന്നുണ്ടെങ്കിൽ കഫവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്ന കിട്ടിയാൽ കുറേ ആശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ആവി പിടിക്കണേ. രാവിലെ കുടിച്ചിട്ടതാണ്, പക്ഷേ സമയത്ത് ഏകദേശം 12 മണി കഴിഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഹെസൻ്റെ ഈ ഒരു ആവി പിടിച്ചെല്ലാം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ഓൽക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. പിന്നെയുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ തിരുമ്പാൻ പോലെ കേട്ടോ. അത്യാവശ്യം നല്ലോണം തിരുമ്പാണ്ട് എനിക്ക്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ ഈസോൻ്റെ വീഡിയോ മാത്രം അങ്ങനെ എടുക്കുകയാണ്. അത്രയും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാര്യങ്ങൾ എടുക്കണ്ട എന്ന് പറഞ്ഞതിനോട്. ഫുഡൊക്കെ കഴിച്ചിൽ കഴിഞ്ഞിട്ട് ഈസും ഹെസ്മോളും പിന്നെ ജുനുവിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടും സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്ന്. എൻ്റെ ജോലികൾ ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല, തിരുമ്പലും കഴിഞ്ഞിട്ടില്ല, കുളിയും കഴിഞ്ഞിട്ടില്ല എൻ്റെ. അപ്പോൾ അതൊക്കെ എനിക്ക് ബാക്കിയാണ്. ഇനി ഓലെല്ലാവരും അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് ഞാൻ വേഗം പോയിട്ട് തിരുമ്പാൻ വേണ്ടി നിൽക്കട്ടോ. ജുനു കൊടുന്ന ഡ്രസ്സുകളും ഉണ്ട്, പിന്നെ വരതും ഉണ്ട്. കൂടുതൽ ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വേറെ തിരുമ്പി ഇട്ട് ഇടാട്ടോ. ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒലിമ്പി എടുക്കാണ്ട്, അതേപോലെ തോരിടാനും ഉണ്ട്. നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിരുമ്പാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആകെ ഒരു വിധം അയക്കണം കേട്ടോ. ഞാൻ ഇനി വേഗം കുളിച്ചാൽ ഫുഡ് കഴിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്ക് ഫുഡ് കഴിക്കണം, എല്ലാവരും ഉറങ്ങിയിരിക്കണം. പിന്നെ രാത്രി ആ സമയത്താട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാൻ അരി അരക്കാണ് രാവിലേക്കിന്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, കൂടുതലായിട്ട് ഇതിൽ എന്നൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യണ്ടോ, ലൈക്ക് ചെയ്യണ്ടോ, കമൻറ്റ് ചെയ്യണ്ടോ. ഓക്കെ.